നമസ്കാരം. ഒരു SCERT ഫാക്ട് പറയാം. അതായത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാമത്തെ ഭാഗം. അതിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പം ബോക്സിലായിട്ട് ഈ ഒരു പേര് കാണാൻ പറ്റും. പേര് ചിരാല പെരാല. ചിരാല പെരാല എന്നത് ഒരു സ്ഥലപ്പേരാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമാണ് ചിരാല പെരാല. ഈ ചിരാല പെരാല എന്ന നഗരം, ചെറുനഗരം എങ്ങനെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായി എന്ന് ചോദിച്ചാൽ, ഈ ചിരാല പെരാല എന്ന ചെറുനഗരത്തെ ഗവൺമെന്റ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ തീരുമാനിച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത്തരത്തിൽ ഈ ചെറുനഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്തുമ്പം അവിടെയുള്ള ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിക്കും, അല്ലെ? അങ്ങനെ നികുതി ഭാരം വർദ്ധിക്കും എന്ന് കണ്ട അവിടുത്തെ ജനങ്ങൾ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമരം അവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയാണ്. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ, അല്ലെ? അങ്ങനെ ജനങ്ങൾ നികുതി നിഷേധ സമരം തുടരുകയും ഈ നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. മനസ്സിലായോ? അതായത് ഇത് ഒഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി ഏകദേശം ഒരു 11 മാസത്തോളം അവര് അവിടെയാണ് താമസമാക്കിയത്. അപ്പൊ ചിരാല പെരാല എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരം. അവിടെ ഒരു ബഹുജന സമരം നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളിലേക്ക് അമിതമായ നികുതി ചുമത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ ചിരാല പെരാലയിൽ ബഹുജന സമരം നടന്നത് എന്ന് ഓർത്തു വെക്കുക.